നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സിന്റെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ്. മൈക്രോ എക്കണോമിക്സിൽ നിന്നുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ഉൽപാദനവും ചെലവും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമുക്ക് ഇതിൽ രണ്ട് ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒന്നാണ്, രണ്ടാമത്തേത് കോസ്റ്റ് എന്ന് പറയുന്നതാണ്. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോസ്റ്റ് ഭാഗത്ത് നിന്ന് നമുക്ക് എസ്എ ചോദ്യങ്ങൾ വരെ വരാൻ സാധ്യതയുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ടും നമ്മുടെ ഈ ക്ലാസ്സുകൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ല അടിപൊളി ക്ലാസ്സുകൾ ലഭ്യമാക്കി തരാൻ അത് എന്നെ സഹായകമാക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രൊഡക്ഷന്റെ ഭാഗമാണ് ആദ്യം നോക്കാനുള്ളത്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ ആദ്യത്തെ ഭാഗം വരുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. Production function is the relationship between input and output. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഉൽപാദന ധർമ്മം. ഉൽപാദന ധർമ്മം എന്നാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ മലയാളം. എന്താണ് പറയുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും, അതായത് ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഫേം ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ, അതായത് അസംസ്കൃത വസ്തുക്കളും അതിനു കൂടെ ഉപയോഗിക്കുന്ന നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസിനെയാണ് ഇൻപുട്ടുകൾ എന്ന് പറയുന്നത്. ആ ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ട്, അതായത് ഉൽപ്പന്നത്തെ നമ്മൾ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കുക. ഇതൊരു 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിന് മാത്രമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ എന്താണ് ക്ലിയർ ചെയ്ത് പോവുക. എന്താ പറഞ്ഞത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ധർമ്മപരമായ ബന്ധം, അതാണ് മലയാളത്തിൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സപ്പോസ് ചെയ്യുക, ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ് ദർ ആർ ഓൺലി 2 ഇൻപുട്സ്. ഓക്കെ, അപ്പൊ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് നമ്മൾ അവിടെ 2 ഇൻപുട്ടുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ദേ ആർ ഫാക്ടർ 1 ആൻഡ് ഫാക്ടർ 2. അപ്പൊ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളെ നമ്മൾ ഫാക്ടർ 1 എന്നും ഫാക്ടർ 2 എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഉൽപാദന ധർമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുമ്പോൾ അതിനെ ഉൽപാദന ധർമ്മം എന്ന് വിളിക്കും. ആ ഉൽപാദന ധർമ്മത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 2 ഫാക്ടേഴ്സിനെയാണെന്ന് സപ്പോസ് ചെയ്യുക, സങ്കല്പിക്കുക. ഏതൊക്കെയാ 2 ഫാക്ടേഴ്സ്? ഒന്ന് ഫാക്ടർ 1 ആണ്, രണ്ടാമത്തേത് ഫാക്ടർ 2 ആണ്. അപ്പൊ ഫാക്ടർ 1നെ ഫാക്ടർ 2വിനെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ആ ഫാക്ടർ 1ഉം ഫാക്ടർ 2 ആരാണ്? ഇൻപുട്ടുകളാണ്. ഇഫ് x1 ആൻഡ് x2 ആർ ദ യൂണിറ്റ്സ് ഓഫ് ഫാക്ടർ 1 ആൻഡ് 2 റെസ്പെക്റ്റീവ്ലി, അതായത് ഫാക്ടർ 1ന്റെയും ഫാക്ടർ 2വിന്റെയും എന്താണ് യൂണിറ്റുകൾ? ഫാക്ടർ 1ന്റെ x1 യൂണിറ്റ് ഉപയോഗിക്കുന്നു, ഫാക്ടർ 2വിന്റെ x2 യൂണിറ്റ് ഉപയോഗിക്കുന്നു. അതായത് ഒരു സ്ഥാപനത്തിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ നമ്മൾ ഏതൊക്കെയാണ്? ഫാക്ടർ 1ഉം ഫാക്ടർ 2ഉമാണ്. ക്ലിയർ? ഈ ഫാക്ടർ 1ന്റെ x1 യൂണിറ്റ് ഉപയോഗിക്കുന്നു, ഫാക്ടർ 2വിന്റെ x2 യൂണിറ്റ് ഉപയോഗിക്കുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ആ 2 x1 x2 യൂണിറ്റുകൾ, അതായത് ഇൻപുട്ടുകളുടെ x1 x2 യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് Q എന്ന് പറയും. ഓക്കെ, ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് Q ആണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇക്വേഷനെ നമ്മൾ വിളിക്കുന്നത് Q ഈക്വൽ ടു F ഓഫ് x1 x2 എന്നാണ്. Q ഈക്വൽ ടു F ഓഫ് x1, x2 എന്നാണ്. ക്ലിയർ? അപ്പൊ ഇതാണ് അതിന്റെ സമവാക്യം. അപ്പൊ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഓക്കെ, ഇറ്റ് സിംബോളിക്കലി റെപ്രസെന്റഡ് ആസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സമവാക്യം ഇവിടെ കൊടുക്കുക താഴെ. ഏതാണ്? Q ഈക്വൽ ടു F ഓഫ് x1 x2. അപ്പൊ Q എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. F എന്ന് പറയുന്നത് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് F നെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ x1 എന്ന്
എന്ന് പറയുന്നത് ഫാക്ടർ 1ന്റെ യൂണിറ്റ് ആണ്. അതുപോലെ x2 എന്ന് പറയുന്നത് ഫാക്ടർ 2ന്റെ യൂണിറ്റ് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എന്താണെന്ന് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക. ഇനി രണ്ടാമത്തെ ടോപ്പിക് ആണ് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. എന്താണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്രസ്വകാല ഉൽപാദന ധർമ്മം അല്ലെങ്കിൽ ഹ്രസ്വകാല ഉൽപാദനം, അതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ലോങ് റൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഏത്. ലോങ് റൺ എന്ന് പറയുമ്പോൾ ദീർഘകാല ഉൽപാദന ധർമ്മമാണ്. ഓക്കെ, നമുക്ക് പറഞ്ഞു നോക്കാം. When a producer cannot bring about change in all the input, when a producer cannot bring about changes in all the input, that time period is called, or that time period is known as ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഒരു ഉൽപാദകന് അയാളുടെ എല്ലാ ഉൽപാദന ഘടകങ്ങളെയും അല്ലെങ്കിൽ ഇൻ ഓൾ ദ ഇൻപുട്സ് കനോട്ട് ബി ചേഞ്ച്ഡ് എന്നാണ്. അതായത് ഇൻപുട്ടുകളെ, ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളെ, എല്ലാ ഇൻപുട്ടുകളെയും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാലയളവിനെ വിളിക്കുന്ന പേരാണ് ഏത്? ഷോർട്ട് റൺ അല്ലെങ്കിൽ ഹ്രസ്വകാലം. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഹ്രസ്വകാല അളവിലെ ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഉൽപാദകൻ അയാളുടെ സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉൽപാദന ഘടകങ്ങൾ, ദാറ്റ് ഈസ് ഇൻപുട്ടുകൾ, ആ ഇൻപുട്ടിനെ, എല്ലാ ഇൻപുട്ടിനെയും, എത്ര ഇൻപുട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടോ ആ എല്ലാ ഇൻപുട്ടുകളെയും മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു കാലയളവിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലയളവിലെ ഉൽപാദനത്തെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയുന്നു. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ indicates that when a producer cannot bring about changes in all the input, ഓക്കെ, ഒരു ഉൽപാദകൻ അയാളുടെ ഉൽപാദനശാലയിൽ ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ എല്ലാ ഉൽപാദന ഘടകങ്ങളെയും മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉൽപാദകന് ഉൽപ്പന്നം നിർമ്മിക്കുമ്പോൾ എല്ലാ ഉൽപാദന ഘടകങ്ങളെയും മാറ്റം വരുത്താൻ കഴിയാത്ത കാലയളവിനെ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അഥവാ ഹ്രസ്വകാല ഉൽപാദന ധർമ്മം എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് അതിനെങ്ങനെ നമുക്ക് ഒന്നുകൂടെ പറയാം. ഇൻപുട്ട് വിച്ച് കനോട്ട് ബി ചേഞ്ച് ആർ, അല്ലെങ്കിൽ ഇൻ ദ ഷോർട്ട് റൺ, അതായത് ഷോർട്ട് റണ്ണിനെ സംബന്ധിച്ച് അവിടെ ഓൾ ദ ഇൻപുട്സ് ആർ കനോട്ട് ബി ചേഞ്ച്ഡ് എന്നുള്ളതാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ when a producer can be changed in the all inputs, that time period is called long run production function. എങ്ങനെ പറയുന്നത്? when a producer can be changed പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ ഉൽപാദകന് അയാളുടെ എല്ലാ ഉൽപാദന ഘടകങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടുകളെയും മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെ മാറ്റം വരുത്താൻ കഴിയുന്ന ആ ഒരു കാലയളവിനെ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങളെ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപാദനം നടത്തുന്ന കാലയളവിനെ വിളിക്കുന്ന പേര് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ്. ദീർഘകാല ഉൽപാദനം എന്ന് പറഞ്ഞാൽ ഉൽപാദകന് അയാളുടെ ഉൽപ്പന്നങ്ങൾ, സ്ഥാപനത്തിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഘടകങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപാദനം നടത്തുകയാണെങ്കിൽ അതിനെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഒരിക്കൽ കൂടി പറയുന്നു. when a producer can change in his all input, when a producer can be changed the all inputs, that time period is called, ഓക്കെ, അതിന് വിളിക്കുന്ന പേര് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഒരു ഉൽപാദകൻ എല്ലാ ഉൽപാദന ഘടകങ്ങളിലും മാറ്റം വരുത്തിക്കൊണ്ടാണ് ഉൽപാദനം നടത്തുന്നതെങ്കിൽ അതിനെ ലോങ് റൺ അല്ലെങ്കിൽ ദീർഘകാല ഉൽപാദനം എന്നും, ഒരു ഉൽപാദകൻ അയാളുടെ എല്ലാ ഉൽപാദന ഘടകങ്ങളിലും മാറ്റം വരുത്താതെയാണ് ഉൽപാദനം നടത്തുന്നതെങ്കിൽ അതിനെ ഷോർട്ട് റൺ അല്ലെങ്കിൽ ഹ്രസ്വകാല ഉൽപാദന ധർമ്മം എന്നും വിളിക്കും. In the short run inputs can be bring about to be change,
in the long run, inputs can be changed. All the inputs can be changed in the long run, whereas in the short run the inputs cannot be changed the producer. Okay, clear അല്ലേ? അപ്പൊ നമുക്ക് ഈ ലോങ് റണ്ണിന് എന്തൊക്കെ എക്സാമ്പിൾ പറയാം, അതുപോലെ ഷോർട്ട് റണ്ണിന് നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾ പറയാം നോക്കൂ. In the producer can increase or decrease the number of employees. The producer can increase or decrease the number of employees. അതെവിടെ സംഭവിക്കുന്നത് ഷോർട്ട് റണ്ണിലാണ് അല്ലെ. ഹ്രസ്വകാലയളവില് ഒരു ഉൽപാദകനെ സംബന്ധിച്ച് അയാളുടെ തൊഴിലാളികളില് എണ്ണം വർദ്ധിപ്പിക്കാം അല്ലെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം കുറയ്ക്കാം. അതെവിടെ സംഭവിക്കുന്നത്? അത് എവിടെയാണ്? ഷോർട്ട് റണ്ണിലാണ്. ഓക്കെ, ഓർ ദ ഹൗസ് വർക്ക് ക്യാൻ ആസ് ഹി വാണ്ട്സ് എന്നൊക്കെ പറയാം. ഓക്കെ, ലോങ് റണ്ണിനെ സംബന്ധിച്ച് എക്സ്പാൻഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, ഇൻസ്റ്റാളിംഗ് ന്യൂ മെഷീനറി എക്സെട്ര. അപ്പൊ നമ്മള് ഇതിന്റെ കഴിഞ്ഞ ചാപ്റ്ററിൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ ഈ ഉൽപാദന ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. ഉൽപാദന ഘടകങ്ങൾ ആരൊക്കെയാണ്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആരൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ ഓർ ഓർഗനൈസേഷൻ. മനസ്സിലാവുണ്ടോ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ നാല് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഉൽപാദനം നടത്താൻ, ഒരു ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഈ ഉൽപാദന ഘടകങ്ങളില് ചിലതിനെ നമ്മൾ സ്ഥിരമാക്കും, ചിലതിനെ നമ്മൾ എന്താക്കും? മാറ്റം വരുത്തും. അത് ഷോർട്ട് റണ്ണിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. എന്താ? ഇൻ ദ ഷോർട്ട് റൺ വെൻ എ പ്രൊഡ്യൂസർ കനോട്ട് ബി ചേഞ്ച്ഡ് ഹിസ് ഓൾ ഇൻപുട്ട് എന്നാണ്. എല്ലാ ഉൽപാദനം, അവിടെ ഇൻപുട്ടിനെ മാറ്റാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്, ഓൾ ഇൻപുട്സ് കനോട്ട് ബി ചേഞ്ച്ഡ് എന്നാണ്. ഓൾ ഇൻപുട്സ് കനോട്ട് ബി ചേഞ്ച്ഡ് എന്ന പ്രത്യേക വാക്ക് ശ്രദ്ധിക്കുക. എല്ലാ ഉൽപാദന ഘടകങ്ങളെയും മാറ്റം വരുത്താൻ പറ്റില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ചിലതിനെ മാറ്റം വരുത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലതിനെ സ്ഥിരമാക്കിയും മറ്റുള്ളവയെ എന്താണ്? മാറ്റം വരുത്തിയും ഉൽപാദനം നടത്തും ഷോർട്ട് റണ്ണില്. അതായത് അവിടെ സ്ഥിരമാക്കി വെക്കാൻ പറ്റാത്തത് ആരെയാണ്? ലേബേഴ്സിനെയാണ്. ഓക്കെ, അപ്പൊ ഉൽപാദകനെ സംബന്ധിച്ച്, പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഹി ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ നമ്പർ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ മാത്രമാണ് അല്ലെ. ഉൽപാദകനെ സംബന്ധിച്ച് അയാളുടെ തൊഴിലാളികളുടെ എണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുന്നത് ഷോർട്ട് റണ്ണിലാണ്. നേരെ മറിച്ച് ലോങ് റണ്ണിലാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസർക്ക് ഒരു തടസ്സവുമില്ല. എന്താണ്? പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഓൾ ഇൻപുട്സ് ആർ ചേഞ്ച്ഡ് എന്നാണ്. എല്ലാ ഉൽപാദന ഘടകങ്ങളെയും മാറ്റം വരുത്തും. അങ്ങനെ എല്ലാ ഉൽപാദന ഘടകങ്ങളെയും മാറ്റം വരുത്തി ഉൽപാദനം നടത്തുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ മാറ്റം വരുത്താം. അവിടെ ഫിക്സ്ഡ് ആയിട്ട് വെക്കുന്ന ഒന്നുമില്ല. അതായത് ലാൻഡിനെ ഫിക്സ്ഡ് ആക്കണ്ട, ലേബറിനെ ഫിക്സ്ഡ് ആക്കണ്ട, ക്യാപിറ്റൽ ഫിക്സ്ഡ് ആവില്ല, അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ ഫിക്സ്ഡ് ആവില്ല. അതാണ് പറയുന്നത് ഏത്? എക്സ്പാൻഷൻ ഓഫ് ഫാക്ടറി ബിൽഡിംഗ്, അതുപോലെ തന്നെ ഇൻസ്റ്റാളിംഗ് ന്യൂ മെഷീനറി, ദാറ്റ് ഈസ് ടെക്നോളജി. ഓക്കെ, ഇതൊക്കെ എന്താണ്? ലോങ് റണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യം. രണ്ടും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമ്മൾ ഈ ഷോർട്ട് റണ്ണിലെ ഉൽപാദന ഘടകങ്ങളെ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഉപയോഗിക്കുമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കേണ്ടായി. എന്താണ് രണ്ടായിട്ട് എന്ന് പറയുന്നത്? some factors are fixed and others are variable എന്ന് പറഞ്ഞു അല്ലെ. some factors are fixed and others are variable എന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാണ് ഫിക്സ്ഡ് ഫാക്ടർ, ഏതൊക്കെയാണ് വേരിയബിൾ ഫാക്ടർ എന്ന് ക്ലിയർ ചെയ്യുക. ഫിക്സ്ഡ് ഫാക്ടർ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻപുട്ട്, വേരിയബിൾ ഫാക്ടർ അല്ലെങ്കിൽ വേരിയബിൾ ഇൻപുട്ട്, അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, Inputs that can bring about changes in the short run are called variable input. ഒരു ഷോർട്ട് റണ്ണിനെ സംബന്ധിച്ച്, അതായത് ഹ്രസ്വകാലയളവില് ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ മാറ്റം വരുത്താൻ കഴിയുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഇൻപുട്ടുകളെ നമ്മൾ വിളിക്കും എന്താ? വേരിയബിൾ ഇൻപുട്ട്. എന്താ പറഞ്ഞത്? ഉൽപാദനം നടത്തുമ്പോൾ, അതായത് ഷോർട്ട് റണ്ണിൽ ഉൽപാദനം നടത്തുമ്പോൾ അവിടെ മാറ്റം വരുത്താൻ കഴിയുന്ന ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വേരിയബിൾ ഇൻപുട്ട് എന്നും, മാറ്റം വരുത്താൻ കഴിയാത്ത ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ്ഡ് ഇൻപുട്ട് എന്നുമാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ വേരിയബിൾ ഇൻപുട്ട് അല്ലെങ്കിൽ വേരിയബിൾ ഫാക്ടർ എന്ന് വിളിച്ചാൽ എന്താണ്? ഇൻപുട്സ് ദാറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ ഷോർട്ട് റൺ. ഇൻപുട്സ് ദാറ്റ് ക്യാൻ ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ ഷോർട്ട് റൺ. അതായത് ഹ്രസ്വകാലയളവില് ഇൻപുട്ടുകളിൽ മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത്തരം ഇൻപുട്ടുകളെ നമ്മൾ വിളിക്കും വേരിയബിൾ ഇൻപുട്ട് അഥവാ വേരിയബിൾ ഫാക്ടർ.
ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്സ് ദാറ്റ് കനോട്ട് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ ഷോർട്ട് റൺ എന്നുള്ളതാണെങ്കിലോ ഹ്രസ്വകാലയളവിൽ ഉൽപാദന ഘടകങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റാത്ത ഇൻപുട്ടുകൾ ഉണ്ടെങ്കിൽ, ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഫിക്സ്ഡ് ഫാക്ടർ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻപുട്ട് എന്നാണ്. ഓക്കെ, അപ്പോ മാറ്റം വരുത്താൻ പറ്റുന്ന ആ ഘടകങ്ങൾ എക്സാമ്പിൾസ് പഠിക്കണം. ലേബർ, ക്വാണ്ടിറ്റി ഓഫ് ന്യൂ മെറ്റീരിയൽസ്, ഇലക്ട്രിസിറ്റി ചാർജ് ഓർ ഇലക്ട്രിസിറ്റി എനർജി, ഇതൊക്കെ നമുക്ക് ഏതായിട്ട് പറയാം, അതായത് വേരിയബിൾ ഇൻപുട്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നതാണ്. മാറ്റം വരുത്താൻ പറ്റുന്നതൊക്കെ എന്താണ്, വേരിയബിൾ ആണ്. മാറ്റം വരുത്താൻ പറ്റാത്തതിന് എക്സാമ്പിൾ എന്താണ്, സൈസ് ഓഫ് ദ ഫാക്ടറി ബിൽഡിംഗ്, ഇൻസ്റ്റാളിംഗ് ന്യൂ മെഷീനറി, ഇൻട്രൊഡ്യൂസിംഗ് ന്യൂ ടെക്നോളജി, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഫിക്സ്ഡ് ഫാക്ടർ ഓർ ഫിക്സ്ഡ് ഇൻപുട്ടിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മൂന്നാമത്തെ ചാപ്റ്റർ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പറഞ്ഞു. രണ്ടാമത്തേത് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ രണ്ട് രീതികൾ, ഒന്ന് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, രണ്ടാമത്തേത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും നമ്മൾ എങ്ങനെയാണ് ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഇൻപുട്ടിനെ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അവിടെ ഇൻപുട്ടിനെ നമ്മൾ ഷോർട്ട് റണ്ണില് ഫിക്സ്ഡ് ഫാക്ടർ അല്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻപുട്ട് എന്നും അതുപോലെ തന്നെ വേരിയബിൾ ഫാക്ടർ ഓർ വേരിയബിൾ ഇൻപുട്ട് എന്നും രണ്ടായിട്ട് തരംതിരിച്ച് പഠിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ ഈ വേരിയബിൾ ഫാക്ടർ അതുപോലെ അല്ലെങ്കിൽ വേരിയബിൾ ഇൻപുട്ട്, ഫിക്സ്ഡ് ഇൻപുട്ട് ഓർ ഫിക്സ്ഡ് ഫാക്ടർ, അത് നമുക്ക് എന്താണ് കോളം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ബോക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിന്റെ എക്സാമ്പിൾസ് തന്നിട്ട് ചോദ്യം വരാറുണ്ട് 3 മാർക്കിന്. ശ്രദ്ധിച്ച് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ള ഭാഗങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.